തന്നെ എൻ്റെ മോൾക്കും സംബന്ധമായിട്ട് അസുഖം വന്ന് ആദ്യം ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെയാണ് മോൾക്ക് വെച്ചത്. അതും ഇതായിപ്പോയി. രണ്ടാമത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം രണ്ടാമത്തത് ചെയ്യാനുള്ള നിവൃത്തി ഞങ്ങൾക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ കൈവടിയരുത്. എൻ്റെ പേര് രമ്യ എന്നാണ്. ഞാൻ അങ്കമാലി കറുകുറ്റ് പഞ്ചായത്തിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് 10 വർഷത്തിന് അധികമായി. ആദ്യത്തെ ഒരിക്കൽ സർജറി കഴിഞ്ഞതാണ് 2016. അത് ഒരു 6 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം 2021 കൊറോണയ്ക്ക് ശേഷം വീണ്ടും കിഡ്നി റിജക്ഷനായി. 2 വർഷത്തിലേറെയായിട്ട് ഇപ്പോൾ ഡയാലിസിസ് ആണ്. ആദ്യം കയ്യിൽ ഫിസ്റ്റുലയായിരുന്നു, പിന്നെ കഴുത്തേൽ ജുഗുലാറായിരുന്നു, അതും ബ്ലോക്കായി ഇൻഫെക്ഷനായി. പിന്നെ ഇപ്പോൾ ചെസ്റ്റിൽ ആണ് കത്തിയിട്ടിട്ടേക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഒരുപാട് സർജറികൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് സർജറികൾ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. 35 ലക്ഷം രൂപയോളം ചിലവാകും. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു എമൗണ്ട് അല്ല അത്. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തതെന്ന് എന്നെ സഹായിച്ചാൽ മാത്രമേ എനിക്കിനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയായാലും, ചെറുതായാലും വലുതായാലും എത്രയായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്തതെന്ന് എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ കൂട്ടർക്കും നമസ്കാരമുണ്ട്. ജോഷി പൗര സംഘമാരിയാണ്. ഞാൻ ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ അങ്കമാലി കറുവറ്റില് രമ്യ മോളെ കാണാൻ വേണ്ടി വന്നതാണ്. 10 വർഷം മുമ്പ് രമ്യയുടെ കിഡ്നി ഫെയിലിയർ ആയിട്ട് ചികിത്സയിലായിരുന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ കിഡ്നി മാറ്റിവെച്ചു. ആ കിഡ്നി 6 വർഷത്തോളാണ് രമ്യയുടെ കൂടെ ഉണ്ടായുള്ളൂ. വീണ്ടും അത് റിജക്റ്റ് ആയി. അമ്മയാണ് അന്ന് കിഡ്നി കൊടുത്തത്. വീണ്ടും കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു തുകയാണ് ആവശ്യം. 35 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് ഈ രമ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രമ്യമോക്ക് പുതിയൊരു ജീവിതം കിട്ടുള്ളൂ. 36 വയസ്സായ കുട്ടിക്ക് ആകെ ആയിട്ടുള്ളൂ. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഇതിൽ രമ്യയുടെ നമ്പറും രമ്യയുടെ ഹസ്ബൻഡ് നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ പറ്റുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ചെറുതായും വലുതായാലും ഈ രമ്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം. താഴ്മയുടെ അപേക്ഷിക്കുകയാണ്. ഈ കുടുംബത്തെ കൈവിടരുത്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇനി രമ്യയ്ക്ക് ഒരു പുതിയ ജീവിതം കിട്ടുള്ളൂ. സഹായിക്കണം, അപേക്ഷിക്കുകയാണ്. ഞാൻ കറുവറ്റി ഗ്രാമപഞ്ചായത്ത്